ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ കുറേ നാളായില്ലേ പുതിയ സ്റ്റിച്ചസ് ഒന്ന് പഠിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് പുതിയ സ്റ്റിച്ചാണ് നമ്മൾ കാണാൻ പോണത്. അതിലത്തെ ഒരു സ്റ്റിച്ച് നമുക്ക് ഇങ്ങനെ ലീവ്സ് ഒക്കെ നല്ല എംപോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ 3D എഫക്റ്റ് വരുന്ന ലീവ്സ് തയ്ക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. മറ്റൊരു സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഫ്ലവർ ബഡ്സ് ഒക്കെ തയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണ രണ്ട് പുതിയ സ്റ്റിച്ചസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ തന്നെ താല്പര്യമുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുള്ളവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ട് പുതിയ സ്റ്റിച്ചസ് ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്ന ഈ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ അകത്ത് ലീവ്സ് ഒരു സ്റ്റിച്ച്, ബഡ്സ്, ഇതൊരു പൂവിൻ്റെ മുട്ട് മാതിരിയാണ് ഡിസൈനിൽ വന്നിരിക്കുന്നത്. അത് തയ്ക്കുന്ന വേറൊരു സ്റ്റിച്ചുമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ആദ്യം നമുക്ക് ലീവ്സ് തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് റേസ്ഡ് ക്ലോസ് ഹെറിംഗ്ബോൺ സ്റ്റിച്ചാണ്. അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്ലഫി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി ഒത്തിരി എംപോസ് ചെയ്ത് പതുപതുന്ന് ഇരിക്കുന്ന ഒരു ലീവ്സ് തയ്ക്കാൻ നമുക്ക് എളുപ്പത്തിൽ തന്നെ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ 6 strands ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രെഡ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ അറ്റത്തിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ലൈനാണ് തയ്ക്കുന്നത്. ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ നിന്ന് എടുക്കുക. മേളിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ പാസ് ചെയ്യണം. ഇതിൻ്റെ താഴത്തേക്കൂടെ പാസ് ചെയ്തിട്ട് എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ്, ഇതിൻ്റെ താഴത്തേക്കൂടെ ത്രെഡ് പാസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് ഈ ഡിസൈൻ പോണ വഴി എവിടെ കൂടെ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് അവിടെ താത്തുക. ഇങ്ങനെ അപ്പോൾ നമ്മൾക്കിങ്ങനെ പിരിഞ്ഞ് ആയിട്ടുള്ള കിട്ടി. വീണ്ടും ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഇതിൻ്റെ താഴത്തേക്കൂടെ, ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ കുത്തുക. തൊട്ടടുത്തടുത്ത് കുത്തുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ലീഫ് ഫില്ല് ചെയ്ത് കിട്ടും. വീണ്ടും ഇതിൻ്റെ അടുത്ത് കുത്തുക. വിടവൊന്നും ഇല്ലാണ്ട് അടുപ്പിച്ച് തന്നെ കുത്തുക. ത്രെഡിൻ്റെ താഴത്തെ കൂടെ പാസ് ചെയ്യുന്നു നീഡിൽ. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെയാണ് നമ്മൾ ലീഫ് തയ്ക്കുന്നത്. അപ്പം നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു ലീഫ് കിട്ടും. 6 strands ത്രെഡ് ഇട്ട് തന്നെ തയ്ക്കുക. എന്നാലാണ് അത്രയും ആ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഹൂപ്പൊക്കെ തയ്ക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഹൂപ്പ് ഡിസൈനിങ്ങിൻ്റെ അകത്ത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇതുവരെ നമുക്ക് ഫുള്ളും ലീഫും ഫിനിഷ് ചെയ്തെടുക്കാം. ഒത്തിരി ടൈറ്റ്ലി വലിക്കേണ്ട ആവശ്യമില്ല, പയ്യെ വലിച്ചാൽ മതി.
അപ്പോൾ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള ലീവ്സ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്ക്കാൻ, ത്രെഡ് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ ബഡ് നമുക്ക് തയ്ക്കാം. അത് തയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ചൊക്കെ തയ്ക്കുന്ന മാതിരിയാണ്, അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റിച്ച് അങ്ങനെയൊക്കെ അതൊക്കെ തയ്ക്കുന്ന മാതിരിയാണ്. അപ്പം അതിനും 6 സ്ട്രാൻഡ്സ് തന്നെ വേണം. 6ഓ 12ഓ സ്ട്രാൻഡ്സ് എടുത്തെന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പം ഇത് താഴെ ടിപ്പിലോട്ട് ചെല്ലുമ്പോൾ വണ്ണം കുറഞ്ഞാണ്, ഇവിടെ കുറച്ച് പരന്നുമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുത്തിയെടുത്തിട്ട് ഇതുപോലെ ലൂപ്പായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. ഫുള്ളായിട്ട് വലിച്ചെടുക്കില്ല. ഈ ബഡിന് എന്തോരം ഉണ്ട്, ഫ്ലവർ ബഡിന് എന്തോരം ഉണ്ട് നീളം, അത്രയും മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയും മതി, ഈ ഒരു ലെങ്ത്ത് മതി. ഇത്രയും വെച്ചിട്ട് അടുപ്പിച്ച് നമ്മൾ ഇതുപോലെ ലൂപ്സ് ഉണ്ടാക്കുക. അപ്പോൾ സെയിം ലെങ്ത്ത് ലൂപ്സ് തന്നെ എടുക്കുക. തിക്കാവാൻ വേണ്ടിയിട്ട് ഇത് ഈ ഫ്ലവർ ബഡ് നല്ലോണം തിക്കായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിലും കൂടെ ഇതുവരെ ലൂപ്സ് എടുക്കാം. ഇപ്പോൾ ഞാൻ പുറത്തല്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ഇതുവരെ തന്നെ ലൂപ്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്കിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും ലൂപ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എവിടെയാണ് ബേസിൽ തന്നെ നമ്മൾ കുത്തിയെടുക്കുകയാണ്. കുത്തിയെടുത്തിട്ട് ഈ ലൂപ്സിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ നീഡിൽ പാസ് ചെയ്യണം. പാസ് ചെയ്യില്ല, ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ത്രെഡില്ലേ, ഈ ത്രെഡ് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടെ പോയിട്ട് താഴത്തെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് വലിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഈ നീഡിൽ ഇങ്ങനെ വെച്ചിട്ട് നീഡിലെ മേളിൽ കൂടെ ത്രെഡ് പോയിട്ട് താഴത്തെ കൂടെ ത്രെഡ് എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് വലിച്ചെടുക്കുക, എന്നിട്ട് ടൈറ്റൻ ചെയ്യുക. ഇത് കുറച്ചും കൂടെ നമുക്ക് ഇനിയിപ്പം കുറച്ചും കൂടെ തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് തന്നെ ഇരുന്നോളൂ ഇതിൻ്റെ ആണെങ്കിലും, ഉള്ളിൽ കുറച്ചും കൂടെ ഫ്ലഫ്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഉള്ളിലും ഇതുവരെ തന്നെ ലൂപ്സ്. അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ട് ലെയർ മാത്രമാണ് ഇതുവരത്തെ ലൂപ്സ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പുറകിലും ഇതുവരെ തന്നെ ലൂപ്സ് ഉണ്ടാക്കി ഇതുവരെ എല്ലാം കൂടെ ടൈ ചെയ്തിട്ട് ഇങ്ങനെ താഴത്തോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ടുള്ള ഫ്ലവർ ബഡ് കിട്ടും നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള ഫ്ലവർ ബഡ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് പിങ്ക് കളറും ഇവിടെ ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുവരെ തന്നെ കളർ ഷെയ്ഡ്സൊക്കെ വെച്ച് ഒരു ബഡിന് ഇച്ചിരി ഡാർക്കും കുറച്ചിന് ഒരെണ്ണത്തിന് ലൈറ്റൊക്കെ ആയിട്ട് ലൈറ്റ് കളേഴ്സൊക്കെ ചൂസ് ചെയ്ത് തയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാം നമ്മുടെ ഡിസൈനിന്. കളറും തയ്ക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കളർ ചോയ്സ്. അപ്പോൾ നിങ്ങൾ ഏത് മെറ്റീരിയൽ എടുത്ത് തയ്ക്കുമ്പോഴും കളർ എടുക്കുന്നതും വളരെ സൂക്ഷിക്കേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ 2 സ്റ്റിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.